ഹലോ നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും നടനും സംവിധായകനുമൊക്കെ ആയ ശ്രീനിവാസൻ്റെ പടച്ചോൻ്റെ തിരക്കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒലീവ് പബ്ലിക്കേഷൻസ് ആണ്. ഇതിൽ കവർ പേജിൽ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയലോഗുണ്ട്. ദൈവത്തെ ചിരിപ്പിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്, നമ്മുടെ ഭാവി പരിപാടികൾ ദൈവത്തോട് പറയുക എന്നാണ്. ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകളും പിന്നെ ആത്മകഥയും ഏതാനും കുറച്ച് ഇൻ്റർവ്യൂസ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കമ്പൈലേഷൻ വർക്കാണ്. വളരെ ചെറിയ ഒരു 130 പേജസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമാണ്. ഇത് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം നമ്മളുടെ വായിച്ച് കേൾപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോയിസാണ് നമുക്കിങ്ങനെ ചെവിയിൽ കേൾക്കുന്ന പോലെ തോന്നും. ഇതിൽ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള അധ്യായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ കൂടെയുള്ള തിരക്കഥ എഴുതുന്ന പ്രോസസ്സും അതിൻ്റെ ഫണ്ണി മൊമെൻറ്റ്സും എല്ലാമാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭക്തിയും വിഭക്തിയും. അതായത് അദ്ദേഹം ഇടയ്ക്ക് ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഭക്തിയുള്ള ആളായിരുന്നു, പിന്നീട് യുക്തിവാദിയായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ആദ്യം ഭക്തി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 10ാം ക്ലാസ് SSLC പരീക്ഷ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവുകയാണെങ്കിൽ അദ്ദേഹം ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളാമെന്ന് നേർന്നിരുന്നത്രേ. അങ്ങനെ പാസ്സാവുകയും ചെയ്തു. 40 പേരുള്ള ക്ലാസ്സിൽ 6 പേര് പാസ്സായാൽ അദ്ദേഹം പാസ്സായി. പക്ഷേ ആ സമയത്ത് ഗുരുവായൂർ പോയി തൊഴാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ സ്വന്തം കാര്യം നേടാൻ ദൈവത്തെ വിളിച്ചാൽ മതിയെന്ന ധാരണ അങ്ങനെ എനിക്കുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പരീക്ഷയ്ക്കും അദ്ദേഹം ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സാഹചര്യം കൊണ്ട് അവിടെ ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഗുരുവായൂരപ്പനോടുള്ള വാക്ക് പാലിക്കാൻ പറ്റാത്തതിലുള്ള കുറ്റബോധവും ഭയവും ഒക്കെ ചേർന്നിട്ടാണത്ര അദ്ദേഹം യുക്തിവാദിയായി മാറിയത്. പിന്നെ ഇതിൽ തന്നെ ഈ ചാപ്റ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു പേഴ്സ്പെക്റ്റീവ് മതത്തെക്കുറിച്ചാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ദൈവം അതിമഹത്വവും വിശാലവുമായ ഒരു മനുഷ്യ സങ്കല്പമാണ്. ഏതെങ്കിലും സംഘടിത മതങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല ദൈവം. എല്ലാ മതങ്ങളും അവർക്ക് അവരുടേതായ മാത്രമായ ദൈവമുണ്ടെന്ന് വിചാരിക്കുന്നതാണ് ലോകത്ത് ഇന്നുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. സൗഹൃദത്തെക്കുറിച്ച്, പിന്നെ സിനിമയിലെ ഭാഷകളെക്കുറിച്ച്. അങ്ങനെ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ നമ്മുടെ സരോജ് കുമാർ എന്ന ക്യാരക്ടറിനെ ഇതിൽ ഏതൊരു സൂപ്പർ സ്റ്റാറിനെ പറ്റി പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിലിത്തിരി രസമില്ലാതായിട്ട് തോന്നിയത് എനിക്ക് ഈ ഇൻ്റർവ്യൂസ്, അദ്ദേഹത്തിൻ്റെ മുന്നുള്ള ഇൻ്റർവ്യൂസ്. ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾ TV-യിൽ മുന്നേ കേട്ടിട്ടുള്ള ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ഈ ബുക്കിൽ തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പോലെയായിട്ടാണ് തോന്നിയത്. അങ്ങനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് റീഡായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ബുക്കാണ്. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാം, ഒരു വീക്കെൻഡിൽ എങ്ങനെയും വായിച്ചു തീർക്കാം എന്ന ഒരു പുസ്തകമാണ്. ഇത് വായിച്ചിട്ടുള്ളവർ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും താഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.